ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങൾ സുഖമായിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് നമ്മളെ പെരുന്നാളിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. വീഡിയോ അറിയണത് എനിക്ക് നമ്മൾ പെരുന്നാളിൻ്റെ അന്നൊക്കെ നമുക്ക് വീഡിയോ എടുത്ത് നിൽക്കലും ഒന്നും അങ്ങോട്ട് നടക്കില്ല. എന്നാലും അവിടെ ഇവിടെയൊക്കെ അങ്ങനെ കൊള്ളിച്ച് അങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ആക്കി അങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെ അത് അപ്ലോഡ് ചെയ്യാനും നേരം വൈകി. ഇന്നലെ പിന്നെ പുറേ പോവലും പെരുന്നാളിൻ്റെ അന്ന് പിന്നെ പറ്റൂല. പിറ്റേന്ന് നമ്മളെ വീട്ടിലേക്ക് പോവും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയി. അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാനൊന്നും ഞാൻ ശരിക്കും അത് ഇന്നലെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. പക്ഷേ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും നമുക്ക് വീഡിയോയിലെ വിശേഷങ്ങളൊക്കെ കണ്ടുനോക്കാം. ഞാൻ എന്താ പറയുക, നമ്മൾ പൊലച്ചൊക്കെ എണീക്കണേൻ്റെ കുറച്ച് ഒരു സമയം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞാനിന്ന് എണീച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരത്തെ തന്നെ എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേഗം പണികളൊക്കെ ഒരുക്കി പള്ളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിയണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ തീ കത്തിച്ചിട്ട് ഞാൻ എല്ലാവർക്കും കുളിക്കാനുള്ള, കുട്ടികളും ഇക്കയൊക്കെ പള്ളിയിൽ പോകണമല്ലോ, അപ്പോൾ അവർക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത പരിപാടി പറയുന്നത് കട്ടൻ ചായ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പായസത്തിൻ്റെ പരിപാടി നോക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അഥവാ ആരെങ്കിലും കയറി വന്നാലും വേഗം പായസം അങ്ങോട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചെറുപയർ പരിപ്പിൻ്റെ പായസമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള സേമിയ എന്നാണ് പറയണത്. പരിപ്പൊക്കെ ഞാൻ തലേന്ന് തന്നെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് പണികളൊക്കെ എന്താ പറയുക, എളുപ്പമാവാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ ഞാൻ തലേന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ച് വെച്ചു, അതുപോലെ ചെറിയുള്ളി നന്നാക്കി അരിഞ്ഞ് വെച്ചു, പായസത്തിനുള്ളത് വറുത്തു. അങ്ങനെയുള്ള കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ തലേന്ന് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്ക് പിറ്റേന്ന് കുറച്ചൊരു എളുപ്പമായിട്ട് കിട്ടുമല്ലോ. അപ്പം ചെറുപയർ പരിപ്പ് ഒന്ന് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതവിടെ വേവട്ടെ. അപ്പോൾ ആ ഒരു സമയപ്പോൾ തന്നെ നമ്മൾ ചിക്കൻ മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ ബിരിയാണിയാണ്, തറവാട്ടിൽ അനിയൻ്റെ അവിടെ നെയ്ച്ചോറ്, അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോന്നാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ മന്തി തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. നിച്ചുമോളെ കൂട്ടുകാരത്തികളൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മന്തിയാണ് ഇഷ്ടം, ബിരിയാണി എപ്പോഴും ഇങ്ങനെ കഴിക്കുന്നതാണ് എന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ ഞാൻ മന്തി തന്നെ അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള ചിക്കനൊക്കെ ഇതാ കൊടുന്നിട്ടുണ്ട്. ഞാനൊന്ന് വേഗം, നമ്മൾ സാധാരണ ഒന്നിൻ്റെയും റെസിപ്പി ഉൾപ്പെടുത്തിയിട്ടില്ല, സാധാരണ പോലെ ഞാനൊന്ന് ചിക്കനൊക്കെ ഒന്ന് പെരക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പായസത്തിനുള്ളത് അവിടെ വേവുന്നുണ്ട്. കറി പിന്നെ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ഉണ്ടാക്കിയ ചിക്കൻ കറി ഉണ്ട് കേട്ടോ, ഒന്ന് രാവിലത്തെ ചായക്ക് കടിക്ക്. അപ്പോൾ ആ ഒരു കറി ഒന്ന് ചൂടാക്കിയാൽ മതി. പിന്നെ കടി എന്ന് പറയാൻ ഞാനൊരു പാക്കറ്റ് പൊറാട്ട വാങ്ങിയിട്ടുണ്ടായിന് കേട്ടോ, പാക്കറ്റിൻ്റെ. അപ്പോൾ അതൊന്ന് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അതുതന്നെയാണ് ഇന്നത്തെ കടി. വേറെ കടിമേലേക്കൊന്നും അങ്ങനെ പോവണില്ല. കാരണം ഒരു 10-11 മണിയാകുമ്പോഴത്തേക്കെങ്കിലും എല്ലാതും തീർത്തിട്ട് ഒന്ന് വേഗം കുളി കഴിഞ്ഞ് കയറണമെന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ ഓരോരുത്തർ പള്ളി കഴിയുമ്പം നിൽക്കാൻ്റെ കൂടെയും ഓരോരുത്തർ കുട്ടികളായിട്ടൊക്കെ കയറി വരികയും ചെയ്യും. അപ്പോൾ പിന്നെ നമുക്ക് എല്ലാത്തിനും ഒന്ന് ഇതായി നിൽക്കാനുള്ള ഒരു സമയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഞാൻ എല്ലാം എളുപ്പം വേഗം ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതാ പൊറാട്ട ഞാൻ ചുട്ടു കൊടുക്കുന്നുണ്ട്. അത് അടിക്കണ പരിപാടി നാഫിക്കാണ് കേട്ടോ. നാഫി ഓനത് അടിച്ചോളാം, ഓനക്ക് വലിയൊരു ഇഷ്ടം പോലെ അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ചുട്ടു കൊടുത്തു, ഓനത് അടിച്ചു. പിന്നെ ആരെയും കാത്തിക്കാനും ഇതാക്കാനൊന്നും നിൽക്കണില്ല. വേഗം കുട്ടികൾക്കും ഒക്കെ ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു. വേഗം ചായ വെച്ചാൽ പൊറാട്ടയും കറിയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് അവർക്ക് എല്ലാവർക്കും ഉള്ള ചായ കൊടുത്തു. ഞാൻ ചായ കുടിക്കാൻ കുറച്ച് നേരം വൈകിട്ടൊക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊന്നും ഇങ്ങോട്ട് ഇതാക്കിയിട്ട് ഒന്ന് തീർത്തിട്ട് എന്നാലേ ഒരു സമാധാനം കിട്ടുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മളവർക്കൊക്കെ ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും പായസത്തിൻ്റെ പരിപ്പൊക്കെ ഒന്ന് നല്ലോണം വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് അടിയിൽ പിടിച്ചു പോകുമോ എന്നുള്ളൊരിതുണ്ടായിരുന്നു. പക്ഷേ അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നല്ലോണം വെന്ത് നല്ല ഉടഞ്ഞൊരു പാകത്തിനുള്ള ഒരു നല്ല വേവിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം ഒന്ന് ഉടച്ചൊക്കെ എടുത്തു. അതിലേക്കുള്ള ബെല്ലൊക്കെ ഒന്ന് ഉരുക്കി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇനിയിപ്പോൾ ഇതിലേക്ക് പാല് തിളപ്പിച്ചിട്ടാണ് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. തിളച്ച പാല് ഒഴിച്ചു, അതുപോലെ ബെല്ലം ഉരുക്കിയത് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഏലക്കാപ്പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കൽ. ഇനിയിപ്പോൾ എല്ലാവരും എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല. പിന്നെ അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തിളച്ചൊക്കെ ഇങ്ങോട്ട് ഇറക്കിയതിൻ്റെ ശേഷം കുറച്ച് മിൽക്ക് മെയ്ഡും കൂടെ ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒക്കെ ഇട്ടിട്ട് ഒന്ന് നെയ്യിൽ ഒന്ന് വറവിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ പായസം അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാനിതാ ബീഫും ഉണ്ടായിരുന്നു. അപ്പോൾ ബീഫും ഒന്ന് കഴുകി അതും ഒന്ന് കുക്കറിൽ ഇടുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് കുട്ടികളെ ഇക്കയും ചെക്കന്മാരും മക്കൾ രണ്ടാളും ഒരു പള്ളിയിൽ പോകാൻ അതിൻ്റെ ഇടയിൽ ഒരുങ്ങുന്നുണ്ടായിരുന്നു. നിച്ചുമോള് പിന്നെ ഓർക്കൊക്കെ ഇടാനുള്ള എടുത്ത് കൊടുക്കലും മാറ്റലും നാസിമോനെ ഒരിക്കലൊക്കെ ആയിട്ട് ഞാൻ ഓളെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്കിപ്പോൾ എല്ലാം കൂടെ ആവൂലല്ലോ. അപ്പോൾ പിന്നെ അതിന് ഞാൻ ഓളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുന്നുണ്ട്. അതുപോലെ മുറ്റടിച്ച് വാരി തരുത്തും, അകം വൃത്തിയാക്കലും, അകമൊക്കെ ഒന്ന് അടുക്കളയല്ല ബാക്കിയുള്ളിടത്തൊക്കെ ഒന്ന് അടിച്ചു വാരി തരുത്തും, അങ്ങനത്തെ ഒക്കെ ചെറിയ പണികളൊക്കെ ഞാൻ നിച്ചുമോളെ ഏൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ.
എന്നാലും ഓക്ക് ഇപ്പോൾ പള്ളിയിൽ പോവണ്ട, എന്നാലും കുട്ടികളൊക്കെ മാറ്റി ഒരുങ്ങി വരുമ്പോഴത്തേക്കും ഓക്കും ഓരോ കൂടെ ഇങ്ങനെ മാറ്റി ഒരുങ്ങി നടക്കണ്ടേ. പണ്ടൊക്കെ നമ്മളും പെരുന്നാളായ ചെറുതിൽ ഇങ്ങനെ മാറ്റിയിട്ട് എല്ലായിടത്തും ഇങ്ങനെ കയറി ഇറങ്ങിയിരുന്നു കേട്ടോ. നമ്മളെ കുടുംബക്കാരുണ്ടാവും, കൂട്ടുകാരത്തികളുണ്ടാവും, ആ ഒരു ഓർമ്മ. ഇപ്പൊക്കെ പിന്നെ നമ്മളെ ഉമ്മാരെ ആ ഒരു സ്ഥാനത്തിലേക്ക് നമ്മൾ എത്തിയോണ്ട് നമ്മൾ പറഞ്ഞ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാക്കി പണിയൊക്കെ എടുത്ത് അങ്ങനെ ആ ഒരു ഇതിലേക്ക് നമ്മൾ മാറി എന്ന് പറയാം അല്ലേ. അങ്ങനെ ഇതാ നാസിമോന് മാറ്റിയിട്ടുണ്ട്, ഇക്ക ഇതാ മാറ്റി ഒരു പള്ളിയിലേക്ക് ഇറങ്ങാണ് കേട്ടോ. 8:30 നിസ്കാരം. അപ്പോൾ ഓരെല്ലാവരും പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ പാടന്നെ ഞാനും വേഗം എൻ്റെ ബാക്കിയുള്ള പണികൾ എടുക്കുകയാണ്. ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള ചെറിയുള്ളിയൊക്കെ ഇത് ഇന്നലെ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറേ സമാധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബീഫിൻ്റെത് അങ്ങോട്ട് റെഡിയാക്കി വെച്ചിട്ട് മന്തീൻ്റെ മസാല ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ബീഫിനുള്ളത് ഇപ്പുറത്ത് ആക്കുന്നുണ്ട്. പിന്നെ ഞാൻ അപ്പുറത്തെ അടുപ്പത്തുനിന്ന് ചിക്കൻ പൊരിച്ചെടുക്കുന്നുണ്ട്. എനിക്ക് മന്തീൻ്റെ മസാലക്ക് ചിക്കൻ പൊരിച്ച ആ ഒരു എണ്ണ കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരടുപ്പത്തുനിന്ന് ചിക്കൻ പൊരിക്കണമുണ്ട്, ഇപ്പുറത്തെ അടുപ്പത്തുനിന്ന് ബീഫിൻ്റെതും കൂടെ റെഡിയാക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ചോറും കൂടെ ആയാൽ ഇതിലേക്ക് കുറച്ച് മയോണീസ് അടിക്കണം. അതുപോലെ നമ്മൾ മുളക് ചമ്മന്തി ഉണ്ടല്ലോ, ഉണക്കമുളക്, ആ ഒരു ചൂടാക്കി അരക്കണ ചമ്മന്തി ഇല്ല, ആ ഒരു ചമ്മന്തിയും കൂടെ ഒക്കെ ഒന്ന് ആയാൽ ഇതിലേക്കുള്ളതായി. പിന്നത്തെ അടുപ്പിൻ്റെ അടുത്ത പണി ഏകദേശം അങ്ങനെയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞോളും. പിന്നേന്ന് പറഞ്ഞാൽ ഫുള്ള് വീട് ഒരു ഭാഗത്ത് നന്നാക്കാണ്ട് കേട്ടോ. പാത്രം കഴുകലൊക്കെ ആയിട്ട് എല്ലാം എടുക്കാനുണ്ട്. എന്തായാലും ഇതാ ബീഫിൻ്റെ പരിപാടി, ഇത് അധികം സാധനങ്ങളൊന്നും ഇടാതെ പൊടികൾ മാത്രം ഇട്ട് വേവിച്ചതാണ്. പിന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ ചെറിയുള്ളി അരിഞ്ഞതും കറിവേപ്പിലൊക്കെ ഇട്ട് നല്ലോണം ഒന്ന് വാട്ടി കാശ്മീരി മുളകും പൊടി അതുപോലെ ബീഫ് മസാല കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് ആ ഒരു എണ്ണയിലൊന്ന് വരട്ട് പോലെ വെള്ളമില്ലാതെ അങ്ങനെ വരട്ടി ഒന്ന് ഇതാക്കി എടുത്തതാണ് കേട്ടോ. അങ്ങനെ ബീഫും അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ കോഴിയൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ തന്നെ. ഇനിയിപ്പോൾ എന്താ കോഴി പൊരിച്ചു, ഇതിലേക്കുള്ള മസാലയും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. ഒന്നും ഞാൻ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. ഒന്നാമത്തെ ഒരുപാട് വട്ടം കാണിച്ചതാണ്, അപ്പോൾ നിങ്ങൾക്ക് മടുക്കുകയും ചെയ്യേണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ മന്തിയിലേക്കുള്ള ആ ഒരു ചിക്കൻ പൊരിച്ച മസാലയും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉണക്കമുളക് ഒന്ന് ചൂടാക്കി അതിലേക്ക് ബെല്ലവും അതുപോലെ സുർക്കയും ചെറിയുള്ളി വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ ഒന്ന് ഇട്ടിട്ട് ഒരു മുളക് ചമ്മന്തിയും കൂടെ അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മന്തിയിലേക്ക്. പിന്നെ പാലൊഴിച്ചിട്ട് കുറച്ച് മയോണീസുമാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇക്ക പള്ളിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ചോറ് വെക്കാൻ വേണ്ടി ചെമ്പ് അടുപ്പത്ത് വെച്ച് അതിൽ വേണ്ട സംഭവങ്ങളൊക്കെ വാട്ടി ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇക്ക നോക്കിക്കോളാ പറഞ്ഞു. ഞാൻ എന്താക്കുകയാണ്, പാത്രം കഴുകാൻ ഒരു ലോഡ് പാത്രം ഉണ്ടായിട്ട് കഴുകാൻ. രാവിലെ ചായ കുടി മുതലുള്ള മൊത്തത്തിൽ നമ്മൾ ഈ വെച്ചുണ്ടാക്കണം എല്ലാം കൂടെ ആയിട്ട് പാത്രം കഴുകിയിട്ട് തീരാത്ത കോലയിനി കേട്ടോ. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ഭാഗത്ത് നഖം അടിച്ചു വാരി തുടക്കൽ, പാത്രം കഴുകൽ, ബാത്റൂം കഴുകുക, വെള്ളം പിടിക്കുക, അതുപോലെ അങ്ങനത്തെ നമ്മൾ സാധാരണ പണിയല്ല അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ വേഗം പടേന്ന് അങ്ങോട്ട് എടുത്ത് തീർത്തു. നമ്മൾ എന്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എത്ര പെട്ടെന്നല്ലേ നേരത്തെ പെരങ്ങിയതും ഇപ്പം എല്ലാം വൃത്തിയായതാണല്ലോ കാണുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിൽ എന്താണെന്ന് നമുക്കല്ലേ അറിയുള്ളൂ അല്ലേ. എന്തായാലും എല്ലാം റാഹത്തായി, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാനും വേഗം പോയി എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഇതിൻ്റെ പെരുന്നാൾ ഡ്രസ്സാണ്, പുതിയ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ. നമ്മൾ രാവിലെ സാധാരണമാരൊക്കെ കുളിച്ചിട്ട് നമ്മളൊരു നെയ്റ്റി ഇടാൻ എടുക്കുമല്ലോ. അപ്പോൾ ഞാൻ നെയ്റ്റി അങ്ങനെ ഇടാത്തത് കൊണ്ട് ഞാൻ ഒരു മീഷോന്ന് ഓർഡർ ആക്കിയിട്ട് 389 റുപ്യ എങ്ങാനും കേട്ടോ. ഇതിന് ടോപ്പും പാൻറ്റും ഷാളും മൊത്തം സെറ്റ് തന്നെയാണ് മീഷോയിൽ ഞാൻ ഓർഡർ ആക്കി വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ മീഷോൻ്റെ ഒന്നും നമുക്ക് ലിങ്ക് അങ്ങനെ തരാൻ പറ്റൂലല്ലോ. നല്ല വലിപ്പം നല്ല വീതിയുള്ള ഷാള്, ലൈനിങ് ഒന്നുമില്ല ടോപ്പിന്, പക്ഷേ എന്താ പറയുക നല്ലൊരു കട്ടിയൊക്കെ ഉള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. അതുപോലെ നിച്ചുമോൾ കൂട്ടുകാരത്തികളും എല്ലാവരും കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വരുന്നവർക്ക് ആദ്യം പായസമൊക്കെ കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതാ വന്നവർക്ക് ചോറും കാര്യങ്ങളും കൊടുത്തു. പിന്നെ ഞങ്ങളും ചോറൊക്കെ വേവിച്ചു. എന്താ പറയുക ഓരോരുത്തർ വരുന്നുണ്ട്. പിന്നെ അനിയൻ്റെ ഓരൊക്കെ നമ്മളവിടേക്ക് കയറി വരുന്നുണ്ട്. അങ്ങനെ ചോറ് വയ്ക്കലും പാത്രം കഴുകലും ഏകദേശം ഒരു വൈകുന്നേരം 4 മണി 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളും ഒന്നങ്ങോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഞാൻ മാത്രമാണ്, ഞാനും അനിയൻ്റെ പെണ്ണുങ്ങന്മാരൊക്കെ ഉണ്ട്, ഞങ്ങളങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇക്ക നാസിമോൻ ഉറങ്ങിയതുകൊണ്ട് പിന്നെ ഇക്ക അവിടെ ഓൻ്റെ അടുത്ത് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഏട്ടൻ്റെ അവിടെ എല്ലായിടത്തും ഒന്ന് കയറി ഇറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ്. ഞാനും നിച്ചുമോളും ഒക്കെ പിന്നെ ഇവിടെ തന്നെ ഉണ്ട്. ഞാനും അനിയൻ്റെ പെണ്ണുങ്ങന്മാരുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടെ വന്നേരം പിന്നെ പെങ്ങളും അളിയനും ഒക്കെ ഓരും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും ഫസ്റ്റ് ഇവിടെ അങ്ങോട്ട് കയറിയിട്ട് പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വിചാരിച്ചിട്ടാണ്. നമ്മൾ ഏകദേശം കുറച്ച് ആൾക്കാരൊക്കെ അടുത്തടുത്തുണ്ടല്ലോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങോട്ടേക്ക്. പിന്നെ വേറൊരു അനിയനുണ്ട്, ഞാൻ അവിടെ പോകുമ്പോഴേ അവിടെ ഫസ്റ്റ് കയറിയിട്ടുണ്ടായിരുന്നു.
അത് കഴിഞ്ഞിതാ എല്ലാവരും ഏട്ടൻ്റെ അവിടുന്ന് നേരെ എല്ലാവരും പാടെ ഇങ്ങോട്ട് വന്നു. പിന്നെ പായസം കുടിച്ചു. കുറച്ചൊക്കെ ചോറ് വേണ്ടവർ ആർക്കും സത്യം പറഞ്ഞാൽ ഒന്നും വേണ്ട കേട്ടോ. നമ്മൾ ഇന്നിപ്പോൾ എല്ലായിടത്തും എല്ലാം ഉണ്ടല്ലോ, നെയ്ച്ചോറും ബിരിയാണിയും മന്തിയും പായസവും സേമിയവും എല്ലാം വെറൈറ്റി ആയിട്ടുള്ള എല്ലാ പുരയിലും കയറി. കട്ടൻ ചായ വേണ്ടവർ അത് കുടിച്ചു. പായസം ഉണ്ടായിരുന്നു. എൻ്റെ പായസമൊക്കെ ഈ സമയമാകുമ്പോഴത്തേക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പായസം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ എന്നെ പൊക്കി പറയാമെന്നൊന്നും വിചാരിക്കണ്ട, സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് കുറച്ച് ചോറും വേണ്ടവർക്കൊക്കെ എല്ലാ അതും ഇതൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടുന്ന് ഇറങ്ങി നേരെ തറവാട്ടിലേക്ക് വന്നതാണ്. ഇതാണ് കേട്ടോ നമ്മളെ തറവാട്. അപ്പോൾ തറവാട്ടിലേക്ക് വന്നു. അവിടുന്ന് പിന്നെ നമ്മൾ വത്തക്ക ജ്യൂസോ വെള്ളമൊക്കെ ആക്കിയിട്ട് കുടിച്ചു. ആർക്കും ചോറും ഇതൊന്നും വേണ്ട. ഇവിടെ പിന്നെ നെയ്യപ്പവും ബീഫൊക്കെ ഉണ്ടായിന് കേട്ടോ. എല്ലാം കഴിഞ്ഞതാണ്. രാവിലെ മുതൽ എല്ലാവരും കയറി ഇറങ്ങി വന്ന് പോവുകയൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ ചെറിയ പെങ്ങളും അളിയനും വന്നിട്ടുണ്ടായിരുന്നു. ഓര് പോയി. അപ്പോഴത്തേക്ക് നമ്മളെ മൂത്ത പെങ്ങളും അളിയനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ഇവിടെ നിന്നു. കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും കണ്ട ആ ഒരു കളിയാണ് കേട്ടോ. അവർക്ക് പിന്നെ എന്ന് കണ്ടാലും എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ ഇവർക്കൊക്കെ ഒരു പ്രത്യേകിച്ചൊരു കളിയാണല്ലോ. അപ്പോൾ എന്തായാലും പെരുന്നാളല്ലേ, എല്ലാവരും അർമാദിച്ച് സന്തോഷിച്ച് അങ്ങോട്ട് ഇതാവട്ടല്ലേ. അങ്ങനെ ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തുള്ളൊരു താത്ത ഉണ്ട് തൊട്ടടുത്തുള്ള. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ അവിടെയും കൂടെ ഒന്ന് കയറി ഇറങ്ങിയാൽ നമുക്ക് സമാപനം കുറിച്ചു കേട്ടോ ഇന്നത്തേക്ക്. അതിൻ്റെ ഇടയ്ക്ക് പെങ്ങളെ അളിയനെ ഒരു പോവുകയെന്ന് പറഞ്ഞിട്ട് ഓരെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ കൂടെ നാഫിമോനും നാസിയും എല്ലാവരും കൂടെ കയറി ഇരുന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പെരുന്നാൾ വിശേഷങ്ങളൊക്കെ അടങ്ങിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.